അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങി. അയ്യോ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലും കുറച്ച് ദിവസം ഞാൻ എടുക്കണം വിചാരിക്കണം. ബട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ എണീറ്റിട്ട് കുറച്ച് നേരമായിട്ടോ, പക്ഷേ എനിക്ക് പല്ല് തേക്കാനൊക്കെ ഒരു മടി. അങ്ങനെ അവിടെ ഇരുന്ന് ഇതാണ് എൻ്റെ ബ്രഷ്. നല്ല മഞ്ഞ കളറില്ലേ, പല്ലുവേദന ആയിട്ട് ഞാൻ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് തേച്ചിട്ട് ഈ കളറായതാണ്. സ്വാഭാവികം. നമുക്ക് പല്ല് തേക്കാം, എന്നിട്ട് കടയിൽ പോയിട്ട് ജാപ്പനീസ് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വരണം. അപ്പോൾ ആദ്യം പല്ല് തേപ്പ് നടക്കട്ടെ. സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയാക്കണ സമയം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് റോട്ടുമ്മൽ ഫുൾ വണ്ടിയായിരിക്കും. എൻ്റെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. നല്ല രസമാണ് അത് കേൾക്കുമ്പോൾ. പല്ല് തേക്കണ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി നമുക്ക് കടയിൽ പോയിട്ട് ജാപ്പനീസ് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ഐറ്റം, അതേപോലെ തന്നെ നമ്മുടെ പുഡിങ്ങിനുള്ള ഐറ്റം, പിന്നെ നമ്മുടെ കോഫി ആയിട്ട് എനിക്ക് ചെറിയൊരു കോഫി ബ്രാൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ പൊതുവേ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടത്തൽ. കാര്യം ഇവിടെ ഒരുവിധ സാധനങ്ങളൊന്നും കിട്ടില്ല, ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ പീനട്ട് ബട്ടർ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, ഈ വക ഐറ്റംസ് ഒന്നും അവിടെ കിട്ടില്ല. എന്തിനും ഐസ്ക്രീം പോലും കിട്ടില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാനിങ്ങ് പോന്നു. എനിക്ക് ഈ പാൽ ഇതാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. പിന്നെ നമ്മൾ തഹീനി സോസ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഈ ജാപ്പനീസ് നൂഡിൽസ് ഉണ്ടാക്കുമ്പം അതിൽ യൂസ് ചെയ്യുന്ന സോസാണ് തഹീനി സോസ്. നമ്മൾ പീനട്ട് ബട്ടറൊക്കെ വറുത്തിട്ട് നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കില്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ്. നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. പക്ഷേ ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഭയങ്കര ബഹളമായതുകൊണ്ട് എനിക്ക് ഓൺ വോയിസ് കൊടുക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് ഇവിടെയൊക്കെ കൊടുക്കുന്നത്. സംഭവം നമ്മൾ നോർമലി നൂഡിൽസ് വേവിക്കുന്ന പോലെ തന്നെ മസാല ഒന്നും ഇടാണ്ട് നമ്മുടെ ഇപ്പിയുടെ നൂഡിൽസ് വേവിച്ചെടുക്കുക. ഇതാണ് എൻ്റെ റെസ്റ്റിംഗ് ഫേസ് എന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഞാൻ നെറ്റി ചുളിച്ച് എന്തോ ആലോചിക്കണ പോലെയൊക്കെയാണ് എൻ്റെ ഫേസ് എപ്പോഴും ഉണ്ടാവുക. അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ വേവിക്കാടുന്ന സമയം കൊണ്ട് നമ്മുടെ മീൻകരം വന്നിട്ടുണ്ട്. നമുക്ക് മീൻ പോയിട്ട് വാങ്ങിക്കാം. കിണീൻ്റെ കുട്ടി അതെന്തിന് കുടുംബൻ, ഞാൻ അതിനെ കുടുംബാന്ന് വിളിക്കും. മത്തി നന്നാക്കാൻ വയ്യ. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി എന്ത് പരിപാടിയുള്ളൂ. കാരണം സമയം 10 മണിയാണ്, നല്ലോണം വിശക്കുണ്ട്. അപ്പോൾ നമ്മളെല്ലാറ്റായിട്ട് കുറച്ചായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ശരിയായിട്ടില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇനി ബ്രൂവിൻ്റെ കോഫി പൗഡർ ആയതുകൊണ്ടാണോ ഇനി പാലിൻ്റെ പ്രശ്നമാണോ, പാല് ചൂടാക്കിയിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ നോർമലി കോഫി ഇങ്ങനെ ഒഴിക്കുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എന്താ അറിയില്ല, എവിടെയാണ് പ്രശ്നം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറച്ചായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, പക്ഷേ ഇതുവരെ അത് റെഡി ആയിട്ടില്ല. എന്തായാലും റെഡി ആയിട്ട് ഞാനൊരു വീഡിയോ ഇടും കേട്ടോ, ഷോർട്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് കിട്ടിയത്. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് സെറ്റാക്കാം. നൂഡിൽസിന് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തഹീനി സോസ് ഒഴിച്ചിട്ട് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബീഫിൻ്റെ എന്തെങ്കിലും സ്റ്റോക്ക് വേണം. ഞാൻ മാഗി ക്യൂബ് വാങ്ങാൻ മറന്നുപോയി. ഇനിയിപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് മസാലകളും നമ്മുടെ ചില്ലി സോസും ഒരു കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. സമയം കാണാൻ നല്ല ലുക്കുണ്ട്. പിന്നെ നമ്മുടെ കോഫി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ മേലെ കുറച്ച് ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എങ്ങനെ കാണുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ട്, അപ്പോൾ ആ റീല് കണ്ടപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നി, അങ്ങനെ ട്രൈ ചെയ്തതാണ്. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കിയാലേ എണ്ണേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എവിടേക്കോ വരുന്നുണ്ട്. കോഫി അഡിക്റ്റ്. എനിക്ക് കോഫി എന്തൊരു ഇഷ്ടമാണെന്ന് പറയും. പക്ഷെ കോഫി കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറുവേദനയൊക്കെ വരും. എന്നാലും ഞാൻ കോഫി കുടിക്കും. ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ. പിന്നെ PCOD ഉള്ളതുകൊണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ, തൈര് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ബാക്കി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റൂല എന്നാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. എന്നാലും ഞാൻ ട്രൈ ചെയ്യും, ഞാൻ കുടിക്കും. തരുന്നിടത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ഗാർഡൻ കാണിച്ചു തരാം. ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ റെസിപ്പീസ് ഒക്കെ ഇടുമ്പോഴോട് വയ്ക്കും ശംഖുപുഷ്പത്തിൻ്റെ ഗാർഡൻ ഉണ്ടോ. അപ്പോൾ അധികമൊന്നുമില്ല കേട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ഗാർഡൻ. സോഫ കവറൊക്കെ ഒന്ന് തീരുമാനം, കാരണം നല്ല എറുമ്പുണ്ട്. സോഫയിൽ മൊത്തം എറുമ്പ്. ഞാൻ നല്ല ഇരുന്നപ്പോൾ മേലൊക്കെ കടിച്ച്
അപ്പൊ അതൊക്കെ ഒന്ന് തിരുമ്പാടാം. വല്ലപ്പോഴേക്ക് എനിക്ക് ഇങ്ങനെ തോന്നുന്നു കേട്ടോ. നല്ല പൊടിയുണ്ട്. ഇതാണ് പ്രാവശ്യത്തെ കറണ്ട് ബില്ല് 1126. ഈ ബില്ല് കണ്ടിട്ട് അച്ഛനോട് ചൂടായി. ഓ, ഞാൻ കാരണമാണ് കറണ്ട് ബില്ല് കൂടിയത് അങ്ങോട്ട്. എന്ത് ചെയ്യാനാ? ഞാൻ വാഷിംഗ് മെഷീൻ രാത്രി യൂസ് അതിനോണ്ടാണ് അറിയില്ല. അതിനോണ്ട് സ്ട്രിക്ട് റൂൾ, രാത്രി വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യരുത്. ഈ റൂമിൽ ആദ്യം ഞാനും ചേച്ചിയായിട്ടോ കിടക്കല്, അച്ഛനും അമ്മയും മേലെ റൂമിലാണ് കിടക്കല്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇപ്പം ഈ റൂമിൽ അച്ഛനാണ് കിടക്കണേ. പക്ഷേ ഈ റൂമാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് ഏറ്റവും നല്ല റൂം ഇതാണ്. നല്ല സുഖമാണ് ഇവിടെ കിടക്കാൻ. ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ അതൊന്നുമില്ല. പക്ഷെ എൻ്റെ റൂമിൽ മേലെ ഭയങ്കര ചൂടുണ്ടാവുക, ഇവിടെ നല്ലതാണ്. സാധാരണ ഞാൻ വീട്ടിലുള്ളപ്പം ജനവാതിലൊന്നും തുറന്നിടലില്ല കേട്ടോ. ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിലെത്താത്ത വയ്ക്കും, ആ വീട്ടിൽ ചേച്ചി ഉണ്ടോ, ജീവനോടുണ്ടോ ഇതിൻ്റെ അകത്തുനിന്ന് വയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടേനോ എന്ന് ചോദിക്കും. ഇന്നിപ്പോൾ ഒന്ന് തുറന്നു കട്ടെ, ഒരു കുമ്പലുമണൊക്കെ പോവാണെങ്കിൽ നല്ലതല്ലേ. നല്ലോണം പൊടിയൊക്കെ വന്നിക്കണം. പക്ഷെ ഇന്ന് ഞാൻ നന്നാക്കാൻ നിൽക്കണില്ല, കാരണം എനിക്ക് ഭയങ്കര അലർജിയാണ് പൊടി. തുമ്മലും ജലദോഷം ഒക്കെ ഉണ്ടാവും. പിന്നെ രാവിലെ എണീറ്റ് വരുന്നതേ തുമ്മലും ജലദോഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ നിൽക്കണില്ല. നാളെ മാസ്കൊക്കെ വാങ്ങിയിട്ട് സജ്ജായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കുത്തനുള്ള സ്റ്റെയറാണ്. അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്റ്റെയർ കയറാൻ. കാരണം സ്റ്റെയർ കയറി റൂമിലെത്തുമ്പോഴത്തേന് പകുതി ജീവൻ പോയിണ്ടാവും. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ ഇവരെ ഇടലുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ബട്ട് ഇതൊക്കെ പെയിൻ്റ് കൊടുത്ത് കൊളാക്കിയത് അമ്മയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഈ രണ്ടാളെയും. അപ്പോൾ തിരുമ്പ ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ ഇതിങ്ങനെ അയലമ്മ കൊണ്ടുപോയി ചിക്കിടാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. സാധാരണ ഞാൻ ക്യുക്കിലാട്ടോടല്. ഇനിയിപ്പോൾ ഇതായതുകൊണ്ട് നമുക്ക് സോക്കിലിടാം. നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ റൂം കാണാം. ഒരുവിധം എല്ലാവരും എൻ്റെ റൂം കണ്ടിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ റൂം. ഇവിടെ ബെഡൊന്നുമില്ല കേട്ടോ. എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ബെഡ് വേണമെന്നില്ല. അപ്പോൾ ചേച്ചീൻ്റെ കല്യാണമൊക്കെ ആയിട്ട് ബെഡ് വാങ്ങിച്ചിടണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ബെഡില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വെറും ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കുക. പിന്നെ ഇത് ഇന്നലെ ഞാൻ എൻ്റെ PCODൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാണ് കേട്ടോ. ഇവിടെ ജെമിനി എന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജെമിനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതെന്താ കുന്ത്രാണ്ടെന്നൊന്നും. അപ്പോൾ അത്ര വിവരമില്ല എന്ന് എനിക്ക് മനസ്സിലായി ജെമിനിക്ക്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ 2020 ആണത് ചെക്ക് ചെയ്തത് എന്നാണ്. പിന്നെ അതിന് ശേഷം ഞാൻ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ. മാനിഫെസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു 2026 ഉള്ള എൻ്റെ ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബുക്കിൻ്റെ ചട്ടയിലാണ്. എന്തായാലും കാണാം. ഇതാണ് കേട്ടോ ചേച്ചീൻ്റെ റൂം. ഇത് ചേച്ചി ഏട്ടൻ അവർ രണ്ടാളുമാണ്. ഞാനെപ്പോഴും രണ്ടാളും തുടക്കമാണ് കേട്ടോ. ഞാൻ ഫോമിൽ ചിലന്ന് എടുക്കലാറുണ്ട്, പരാതിയാണ്. എന്നാലും കൂടെ ഒരു റീൽ അയച്ചു തന്നിട്ടുള്ളൂ ഏട്ടൻ. കണ്ണേട്ടൻ എൻ്റെ ചേച്ചി, ആളുടെ പേര് അമ്മു എന്നാണ്. വീട്ടിൽ നിന്ന് അമ്മു എന്ന് വിളിക്കും. പേര് അനുശ്രീ എന്നാണ്. എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് ആളുടെ റൂം. ആളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത്. ആളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വെക്കും കേട്ടോ. ഇവിടെ നിന്ന് നോക്കി ഒരു അറ്റം വരെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ ഇരിക്കലില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ഇരിക്കാൻ. ഇതാ 3 കൂടി റോഡായതുകൊണ്ട് എപ്പോഴും ഹോണടി ഉണ്ടാവും. ഇനിതാ മത്തിയാണ് നന്നാക്കാം. ഞാൻ മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണില്ല, കാരണം അച്ഛൻ ഫുഡ് കഴിക്കാൻ വരാത്ത ദിവസമൊന്നും ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കില്ല. ഞാൻ രാവിലത്തെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ കുളിയാണ് മെയിൻ പരിപാടി. അപ്പോൾ ഞാനൊന്ന് മേലേക്കിട്ട് വരാം. തല അനക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര പല്ലുവേദനയാണെന്ന്. 2 സൈഡും പല്ല് വരുന്നുണ്ട്, പക്ഷേ ഈ സൈഡ് മാത്രമാണ് എനിക്ക് കുറച്ച് വേദന കൂടുതൽ. അപ്പോൾ മേലേക്കിട്ട് വരാം. ഓക്കെ, തലവേദന അപ്പോഴേ തുടങ്ങി. മേലേക്കിട്ട് വരാം. ട്രൈപ്പോഡ് കേടായതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഇതാണ് ഫുള്ള് സെറ്റപ്പ്. വെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചുമരിൻ്റെ ഇവിടെ വെയിലുള്ളൂ. അപ്പോൾ ഇതിവിടെ അങ്ങനെ വെച്ചാലേ എനിക്ക് ആ ഒരു ഹൈറ്റിന് കിട്ടുള്ളൂ. എന്തായാലും ഒരു ട്രൈപ്പോഡ് വാങ്ങിക്കണം.
ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ് കേട്ടോ കുടിച്ചത്. ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ലൈമാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കുകയാണല്ലോ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഷോർട്സ് ആക്കി എടുത്തതാണ് കേട്ടോ. ഞാൻ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഷോർട്സ് എടുത്തതെന്നുള്ളൂ. സംഭവം ഹെൽത്തിനും നല്ലതാണ്, കുടിക്കാനും നല്ല രസമുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ടേസ്റ്റും ഇല്ല. ഇതെന്താ മിനിറ്റ് ഡ്രസ്സ് മാറ്റേണ്ടി വിചാരിക്കണ്ടാവില്ലേ? ഞാനൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റിയത് ഇനി വേറെ ഒന്നല്ല. പിന്നെ മറ്റേ ടോപ്പ് മേലെ റൂമിലാണ്, എനിക്ക് മാറ്റാൻ മടിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ഇതാണ് എൻ്റെ മെഷറിംഗ് കപ്പ്. ഇതിൻ്റെ ബാക്കി കാലും മുക്കാലൊന്നും കാണുന്നില്ല. തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലാണ് എൻ്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ആദ്യം നെയ്യ് കൊടുക്കട്ടെ. ഒരു കപ്പൊക്കെ വേണം. എൻ്റെ കടലപ്പൊടി വെറുതെ വേസ്റ്റ് ആവും. നമുക്കൊരു 3/4 കപ്പ് എടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ കടലപ്പൊടി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളറൊക്കെ ആവണ വരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കണം. ഒരു 3/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ലൈന് സെറ്റാക്കണം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് 2 ഡ്രോപ്പ് നാരങ്ങ നീരൊക്കെ മതി. എന്നിട്ട് അത് നല്ലോണം ചൂടാക്കാം. ആ സമയം കൊണ്ട് ഏത് പാത്രത്തിലേക്കാണോ നമുക്ക് ഒഴിക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ലൈൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ഒരു ഭാഗമായി കഴിഞ്ഞാൽ റെഡി ആയിന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട് കേട്ടോ. ഇത് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് ഇളം ചൂടാറിയാൽ മതി. നോക്കട്ടെ. പഞ്ചസാര ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ മെല്ലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടോ. എന്താ വെച്ചാൽ ആ പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റണില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. ചൂടോടെയാണ് ഞാൻ ഇതിങ്ങനെ പിടിച്ചും കണ്ട് ആക്കണത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതിങ്ങനെ വലിച്ചിങ്ങനെ ആക്കുമ്പം കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ലൊരു രസമാണ്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ അവരിങ്ങനെയാണ് കേട്ടോ ആക്കണത്. ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൊടിക്ക് ഇങ്ങനെ വെതറിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കലാണ് പരിപാടി. സംഭവം ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് വലിയണില്ല. പക്ഷേ രസമുണ്ടോ, എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ പൊടിയൊക്കെ നിലത്തായി, എൻ്റെ ടോപ്പിലായി, എല്ലായിടത്തും പരത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ആ പ്ലേറ്റിലാണെങ്കിൽ ഇത്രയും പുറത്തേക്ക് പോവില്ല. പക്ഷേ ഇത്ര വലുപ്പത്തിലാക്കാനും പറ്റില്ല. പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ വലിഞ്ഞ് നൂല് പോലെ ആയിട്ടുണ്ട്. കുറച്ച് വലിയ കട്ട പീസായിട്ടും ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് പെസ്റ്റിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എള്ള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എള്ള് വെച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് അതിൽ ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്ത്. സംഭവം കൊള്ളാം. സോൻ പാപ്പടീൻ്റെ ലുക്ക് ഉണ്ടോ? എവിടേക്കോ എത്തിക്കണല്ലേ. ഇനിയിപ്പം 2-3 മാസത്തേക്ക് മധുരം എന്തി തിന്നാൻ തോന്നും. ഇതൊക്കെ തിന്നാൽ മതി. അതുവരെ അത് നീണ്ടുക്കും. കാരണം ഇതുവരെ ആക്കും ഒരു ചവയ്ക്കലിൽ തീരൂല. ഞാനൊന്ന് സോൻപാപ്പടി ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ടോ, ഇത്രയും ദൂരം പാത്രം കഴുകാണ്ട്. ആര് കഴുകാനാ? ഞാൻ കഴുകാം. സോൻപാപ്പടിക്ക് മാത്രമല്ല കേട്ടോ, വേറെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാനൊരു 10-100 പാത്രം എടുക്കും. അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ കഴുകിയേക്കും. ഇവർക്കുള്ള ചോറാണ് കേട്ടോ. ഇതാ കിണി വന്നിട്ടുണ്ട്. സ്ഥിരം കോട്ടയ്ക്ക് കിണി മാത്രമല്ല, ഇതാണ് കിണീൻ്റെ കുട്ടി. ഇത് ചെറുതാകുമ്പോൾ തന്നെ ഇവിടെ കൊണ്ടുപോകുന്ന കേട്ടോ. ഇതാ ഇവള് അതിൻ്റെ കുട്ടീനെയും കൂട്ടി ഈ സാധനത്തിനും കൂട്ടി വരും. ഇത് വരണ പോലെ ഇവളാണ് ആദ്യം വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഷൈനും കൂട്ടി വരും. ഇത് പേടിത്തോണ്ട. ഒരു ദിവസം ഞാൻ അതിനെ വീട് ചുറ്റും ഓടിപ്പിച്ചു ഒരു രസത്തിന്. അതിന് പക്ഷെ പേടിയാ. വെള്ള വഴി കൂടെ ഒലിച്ച് പോകുന്നുണ്ട്. അടക്ക് അടക്ക് അടക്ക്. ശരി, മത്തിൻ്റെ മണം വെച്ചിട്ടാണ് മുട്ടുന്നത്. ഇതാണ് കുടുംബൻ. ഒരു ഭയങ്കര പേടിയാട്ടോ. അടുത്തേക്ക് അങ്ങനെ തൊടാനൊന്നും സമ്മതിക്കൂല. അങ്ങനെ തൊടാ ഈ കാക്ക എന്താണത്? അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അടുത്തേക്കൊന്നും വരാൻ സമ്മതിക്കൂല. കേടന്നേ. അപ്പൊ ഇവർക്ക് ഭയങ്കര പേടിയാട്ടോ. അടുത്തേക്കൊന്നും തൊടാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ വിട്ടു നിന്നുള്ള ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഡെയിലി വരും ഒരു നേരം ആകുമ്പോൾ ഫുഡിന് വേണ്ടിയിട്ട്. അതാണ്. പിന്നെ വൈകുന്നേരം അപ്പം അജയ് ബോണ്ട കൊണ്ടുവന്നിട്ടോ. ബോണ്ടേൻ്റെ ഉള്ളിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ആ പുറമുള്ള മാവ് മാത്രമേ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് പരീക്ഷണമാണ് കോഫി ആർട്ട്. ഒന്നും കൂടെ ചെയ്ത് നോക്കാനായിട്ട്. കോഫി കുടിക്കാനൊരു ത്വരി. അപ്പോൾ ഉണ്ടാക്കി പോകാം. റെഡി ആയാലും ഇനി എങ്ങാനും ഇങ്ങനെ പോയാൽ കിടക്കാനും കുറച്ച് പൈസ ഉണ്ടാക്കും. ചെറുതായിട്ട് ഇതൊന്ന് പുറത്തേക്കുണ്ട്. ഇത് സക്സസ് ആയില്ലെങ്കിൽ ഞാൻ നിർത്തും പരിപാടി. ഞാൻ പോവാണ്. I'm very sorry.
ദിസ് ഈസ് അൺസക്സസ്ഫുൾ. ആർട്ടിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചേ. ഇത് എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഒരു ആർട്ടായിട്ട് കൂട്ടാം. ഇനിയിപ്പോൾ രാത്രി ഫുഡൊന്നും വേണ്ട, ഫുള്ള് ചായ കൂടിയും കോഫി കൂടിയൊക്കെയാണ്. അതിനിടയ്ക്ക് വിശക്കണില്ല.